ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. ഹൈദരാബാദീസിന്റെ ഇടയ്ക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹൈദരാബാദി മട്ടൺ ഹലീമിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് മട്ടൺ വെച്ചും ചിക്കൻ വെച്ചും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ കാണിക്കുന്ന മട്ടൺ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ മട്ടൺ ഹലീം ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങളെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നതും. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം ഇത് പല പല സ്റ്റെപ്പുകളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് അത്രയും ലെങ്തി ആവുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ഇത് കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഹലീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ 3/4 കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം എല്ലില്ലാത്ത പീസുകളാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ എടുത്തോളുക. പക്ഷേ എല്ലില്ലാത്ത പീസുകളാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ഇവിടെ നമുക്ക് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പച്ചമുളക് ഒരു 6 എണ്ണം എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പുതിനയുടെ ഇല അടർത്തിയത് ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. സവാള പൊരിച്ചത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഒരെണ്ണമാണ്. ഇത് പൊരിച്ച് ബ്രൗൺ കളറിൽ വെച്ചിട്ടുണ്ട്. നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, ഉപ്പുപൊടി പാകത്തിന്, നല്ല കട്ട തൈര് കുറച്ചും കൂടി ചേർക്കണം. അതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാള പൊരിച്ചതും നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തൈരാണ്. തൈര് 2 വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിന, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തിരുമ്മി ഈ മട്ടണിൽ തേച്ചു പിടിപ്പിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണമായിരുന്നു. ഗരം മസാലയാണത്. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം 3 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം പുറത്തോട്ട് എടുത്തിട്ടാണ് മട്ടൺ വേവിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു തരാം. മാരിനേറ്റ് ചെയ്ത് വെക്കാതെയും ഈ മട്ടൺ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ ഇറച്ചിയൊക്കെ ഒന്നും കൂടി ഈ മസാലയൊക്കെ പിടിച്ച് നല്ല പാകമാവും. ഇനി നമുക്ക് ഈ മട്ടൺ വേവിച്ചെടുക്കാനായിട്ടുള്ള നോക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഷാജീരകം 1 ടീസ്പൂൺ, 6 ഏലക്കായും 6 ഗ്രാമ്പും ഒരു 2 വലിയ കഷ്ണം കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ചൂടാക്കാം. ഈ സ്പൈസസ് എല്ലാം കൂടി നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മട്ടണിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ചൂടായി വരുമ്പോൾ പുറത്തോട്ട് വരുമെങ്കിലും നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇത് വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് 30-35 മിനിറ്റ് നമ്മൾ വേവിക്കേണ്ടി വരും. കാരണം സാധാരണ മട്ടൺ വേവിക്കാനായിട്ട് ഒരു 15-20 മിനിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിനൊരു 30-35 മിനിറ്റ് നമ്മൾ വേവിക്കാനായിട്ട് എടുക്കും. കാരണം ഇത് വേവിച്ച് വെന്ത് ഉടഞ്ഞു വരണം. അങ്ങനെ വേവിച്ച മട്ടൺ ഒരു പാനിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഇനി ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എങ്കിലും നല്ല ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് നമുക്ക്
ഉടച്ചെടുക്കണം. ഇങ്ങനെ എല്ലില്ലാത്ത പീസാണെങ്കിൽ ഉടച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. എല്ലുള്ള പീസാണെങ്കിൽ നിങ്ങൾ ഈ ഉടച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലുകളെല്ലാം പെറുക്കി മാറ്റി കളഞ്ഞേക്കണം. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇപ്പം ചെറിയ നനവും ഉണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുമില്ല. ഇപ്പം ഈ മട്ടൺ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കടക്കാം. അതെന്താണെന്ന് വെച്ചാൽ പലതരം ഇൻഗ്രീഡിയൻസ് ആണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത്. ഇവിടെ ഉഴുന്നാണ് 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത്. കടലപ്പരിപ്പോ തുവരപ്പരിപ്പോ 1 ടേബിൾ സ്പൂൺ എടുക്കുക. നിങ്ങൾക്ക് 2 ഉണ്ടെങ്കിൽ 2 എടുത്തോളുക. ഇത് കാഷ്യൂനട്ട് ഒരു 20 എണ്ണം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളർ പരിപ്പാണ്, അത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. മസൂർ ദാൽ എന്നാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തോളുക. കറുത്ത എള്ള് 1 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് തന്നെ ചേർത്തോളുക. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ കറുത്തത് എടുത്തത്. ഇവിടെ 2 ടേബിൾ സ്പൂൺ ബസ്മതി അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ചെറുപയർ പരിപ്പാണ് 1 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ബദാം നുറുക്കിയത് ഒരു 20 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത്. അത് ഈ പരിപ്പുകളാണ്, പലതരം പരിപ്പുകളാണ് ഇതിനകത്ത് വേണ്ടത്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സിയുടെ ബൗൾ എടുത്ത് അതിലോട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് പൊടിക്കുക, എന്നാൽ ചെറിയ തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പുകളൊക്കെ വെച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം ഇതിന് ഇത്ര അധികം പരിപ്പുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം 1 ടേബിൾ സ്പൂൺ വെച്ച് മതി. എങ്കിൽ നമുക്ക് മേടിക്കുമ്പോൾ ഒരു 1/4 കിലോയിലും താന്ന് മേടിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പുകളൊക്കെ വെച്ചും, ഉഴുന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ഉഴുന്ന്, കാഷ്യൂ, ബദാം, ഇതൊക്കെ നിങ്ങൾ ഇടുക. പരിപ്പുകളിൽ ഉള്ളതെല്ലാം വെച്ച് മാത്രം നിങ്ങൾ ചേർത്ത് ഇത് ഉണ്ടാക്കിയൊന്ന് നോക്കുക. എന്നിട്ടൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ പൊടിച്ചെടുക്കുക. ഇത് കൂടാതെ ഒരു ഇൻഗ്രീഡിയന്റും കൂടി വേണം ഈ സ്റ്റെപ്പിലോട്ട് വേണ്ടിയിട്ട്. അതായത് ഇത് സൂചി ഗോതമ്പാണ്. 50 ഗ്രാം സൂചി ഗോതമ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലെ കുക്കിങ്ങിലോട്ട് കടക്കാം. അതിനുവേണ്ടി ഇതിലിവിടെ 2 വലിയ സ്പൂൺ നെയ്യ് നമ്മളൊരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ എടുത്തു വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഒന്ന് വറുത്ത പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണിത്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിലും കൂടുതലൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 1 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും ബദാമും പരിപ്പുകളും ഉഴുന്നെല്ലാം കൂടിയുള്ള ആ ഇൻഗ്രീഡിയൻറ്റ് അതുകൂടി ചേർത്ത് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ പൊടിച്ചെടുത്തിരിക്കുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഇത്തിരിയും കൂടി നെയ്യ് വേണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും 1 വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. ഇളക്കിയപ്പോൾ എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ നെയ്യ് കൂടി ചേർത്ത് ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം 1 ലിറ്റർ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ കുക്കറിൽ അടച്ചു വെച്ച് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം 2 വിസിലും കൂടി തീ കുറച്ച് വെച്ചിട്ട് വരുത്തുക. അപ്പോൾ ഇത് പാകത്തിന് വന്നിട്ടുണ്ടാവും. 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കണം എന്നില്ല, വലിയ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഒന്ന് ചേർത്ത് അതിനകത്തൊന്ന് ഉപ്പ് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് വേവിച്ചെടുക്കുക. അതിനുശേഷം ആവി പോയിട്ട് ഇത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇങ്ങനെ അടിവശം പരന്ന ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചൂടാറി വരുന്തോറും ഇതിങ്ങനെ കട്ട കെട്ടും ഈ പരിപ്പിന്റെ മിക്സൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാനാണ്, ഈ കട്ടകളൊക്കെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് കിട്ടിയ സൂചി ഗോതമ്പ് ഇച്ചിരി വലിപ്പമുള്ള ടൈപ്പായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഉടച്ചു കൊടുത്തത്. റവ പോലത്തെ സൂചി ഗോതമ്പൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മട്ടൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ 1 സവാളയും കൂടി എടുത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ട് ബ്രൗൺ കളറിൽ പൊരിച്ച് എടുത്തതാണത്. സവാള പൊരിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കാത്തതാണ്. ഇനി അതിൻ്റെയും കൂടി ലെങ്ത് കൂട്ടണ്ട, പല വീഡിയോസിലും ഞാൻ അതൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് കറക്റ്റായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പുതിന അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം.
ഈ മല്ലിയിലയും പുതിനയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത്ര അധികം ചേർത്ത് കൊടുക്കുന്നതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ ആ ഒത്തൻറ്റിക് ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു ഹൈദരാബാദി ഹലീം എന്ന് പറഞ്ഞ ആ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് തന്നെ ഇതുണ്ടാക്കുക. ഈ മല്ലിയിലയും പുതിനയൊന്നും എൻ്റെ ഒക്കെ ഫ്ലേവറൊന്നും എടുത്ത് ഭയങ്കരമായിട്ടൊന്നും അറിയുന്നില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഗരം മസാലയാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഗരം മസാലയുടെയും ഹൈദരാബാദി ബിരിയാണി മസാലയുടെയൊക്കെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പി നിങ്ങൾ ഒന്ന് കണ്ടിട്ട് ആ ഹൈദരാബാദി ഗരം മസാല നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് ഇത് വരുള്ളൂ. അപ്പോൾ അതില്ലാത്തവർ സാധാ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കുക. ഇതിലോട്ട് ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് അവിടെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാഷ്യൂ എടുത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ട് ആ നെയ്യോടുകൂടി കാഷ്യൂ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ കാഷ്യൂ കൂടി കടിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലീമായിട്ട് മാറും. അപ്പോൾ നല്ല കിടിലൻ ഹൈദരാബാദി ഹലീം റെസിപ്പി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ഇത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവരെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരിക്കലും ഉണ്ടാക്കി നോക്കി മട്ടൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഹൈദരാബാദീസ് കൂടുതലും നോമ്പിനാണെന്ന് തോന്നുന്നു ഇത് ഉണ്ടാക്കലും. ഞാൻ ഉപയോഗിക്കുന്ന മസാലകളുടെ റെസിപ്പിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് കൂടാതെ ഐക്കാർഡായിട്ട് കൊടുക്കുന്നതാണ്. കൂടാതെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതാണ് അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിന് ചൂടോടുകൂടി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിലോട്ട് ഇതാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂവും കുറച്ച് പൊരിച്ച സവാളയും ഒക്കെ കൂടി വെതറി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ കാണിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയതായിട്ട് ചാനലിലോട്ട് വരുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.